ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു രാവൺ. ഇപ്പം തമ്മിൽ കണ്ട പോലെ തന്നെ 20,000-ൻ്റെ സർവീസ് കഴിഞ്ഞു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയേണ്ട വിശേഷം ആയതുകൊണ്ട് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. അതൊരു ഒന്നൊന്നര സർവീസായിരുന്നു. നമ്മുടെ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ മാറ്റിയിട്ടുണ്ട്. വണ്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട്, സർവീസൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇതൊരു ഇച്ചിരി എക്സ്പെൻസീവ് ആയി പോയി. റോയൽ എൻഫീൽഡിൽ അത്രയും ഒരു കോസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ വണ്ടി നല്ല അടിപൊളിയാക്കി അവർ തന്നു, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആശ്വാസമുണ്ട്. കാശ് കൊടുത്താലും വണ്ടിക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കതിൽ കുഴപ്പമില്ല. 650 ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തെ സർവീസ് കോസ്റ്റൊക്കെ എത്ര ആകുന്നുണ്ടെന്നുള്ള ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സും കൂടെ ആയിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ. അപ്പം എൻ്റെ വണ്ടി ഇപ്പം 20,000-ൻ്റെ സർവീസായിരുന്നു ഡ്യൂവ്. കിലോമീറ്റർ വൈസ് അത്ര ആയിട്ടില്ല, എനിക്ക് തോന്നുന്നത് ആകുന്നതേ ഉള്ളൂ. 19,966 ആയുള്ളായിരുന്നു. 960 ആ റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ സർവീസ് ഡ്യൂ ആയപ്പം. ഡ്യൂ ഡേറ്റ് ആയതുകൊണ്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് തോന്നിയായിരുന്നു ഓയിലൊക്കെ മാറാറായിട്ടുണ്ട്. പിന്നെ 20,000 ആകാനായിട്ട് ഞാൻ നോക്കിയില്ല, അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പം വണ്ടി നല്ല നീറ്റാക്കി. ഈ വണ്ടി നീറ്റാക്കി എന്ന് പറഞ്ഞാൽ ലുക്ക് ഞാനാക്കിയതാണ്. കാരണം അവർ വാട്ടർ സർവീസ് ചെയ്തില്ല. അന്ന് അവിടെ അവർക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. എന്നോട് പറഞ്ഞു വണ്ടി ഒരു ദിവസം കൂടെ വെക്കുവാണെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. കാരണം എനിക്ക് വണ്ടി ആവശ്യമുണ്ടായിരുന്നു. അതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ആ ഒരു സമയം പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ അവരതുള്ള കാര്യം ഉള്ള പോലെ തന്നെ പറഞ്ഞു കേട്ടോ. കാരണം അതിനുള്ളതും കൂടെ ചേർത്തിട്ടാണ് ജനറൽ സർവീസ് എന്നും പറഞ്ഞുകൊണ്ട് ചാർജ് വരുന്നത്. അപ്പം അത് ചെയ്തു തരാം എന്നവരിങ്ങോട്ട് പറഞ്ഞു. നോർമൽ ഒരുമാതിരി സർവീസ് സെൻറ്ററിലൊന്നും ഒന്നും പറയാറില്ല, പക്ഷെ അവരെന്നോടത് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൊണ്ടുവന്നാൽ മതി, ചെയ്തു തരാമെന്നും പറഞ്ഞു. ഞാൻ ഇനി അതിനായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഓക്കെ പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. പിന്നെ ഞാനൊരു ദിവസം ഫുള്ള് മെനക്കെട്ടിരുന്ന വണ്ടി നല്ല നീറ്റാക്കി. ഈ ക്രോം ഏരിയാസൊക്കെ ഒന്ന് ഡള്ളായിരുന്നു. ഞാനത് മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഓട്ടോസോൾ എന്ന് പറഞ്ഞുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ഡ്രില്ലർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനത് പോളിഷ് ചെയ്തെടുത്തു. ഒരുമാതിരി കറകളും കാര്യങ്ങളും എല്ലാം പോയി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഈ റിഫ്ലക്ഷൻ ഇല്ലായിരുന്നു, പക്ക മറ്റേ പഴയ വണ്ടികളുടെ ആ ഒരു രീതിക്ക് എത്തിയായിരുന്നു. ഞാനിപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ഒരു റിഫ്ലക്ഷനൊക്കെ എത്തി. വണ്ടി അത്യാവശ്യം നീറ്റായി. ഇപ്പം വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തം വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടിയതുകൊണ്ട് എൻജിൻ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റും എല്ലാം കൂടെ വണ്ടി നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ മൊത്തത്തിൽ വണ്ടി അഴിച്ച് ക്ലീൻ ചെയ്തു, ഡീറ്റെയിൽഡായിട്ട് ക്ലീൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും പോളിഷ് ചെയ്തു. പിന്നെ അവർ കുറേ ഞാൻ പറയാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി. ഫസ്റ്റ് വണ് നമ്മുടെ ഈ ഹാൻഡിൽ ഗ്രിപ്പ്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ചേഞ്ച് ചെയ്യാനായിട്ട്. അവരത് ചേഞ്ച് ചെയ്തു. അത് എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വണ്ടി എടുത്ത് കുറച്ചങ്ങ് ഓടിച്ചു കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ മാറി എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നു. മാറിയേക്കുന്ന ക്ലച്ച് കേബിൾ മാറി, ആക്സിലേറ്റർ കേബിൾ മാറി, ഞാൻ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എയർ ഫിൽറ്റർ മാറേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് മാറിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോട്ടയത്താണ് കൊടുത്തത്, അവരത് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് മാറേണ്ടതായതുകൊണ്ട് ഞാൻ അഴിച്ചു നോക്കിയപ്പം ഭയങ്കരമായിട്ട് അത് കറുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ മാറിയായിരുന്നു. അതുകൊണ്ട് ഞാനത് അവരോട് മാറേണ്ടെന്ന് പറഞ്ഞു. ബാക്കി മെയിനായിട്ട് മാറിയ കാര്യമാണ് ഈ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റാണ് മാറിയത്. ഇത് പുതിയതാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ചെങ്കിലും അത് എത്ര എമൗണ്ട് ആയെന്നുള്ളത് നിങ്ങളോട് കാണിച്ചില്ല. തമ്മിൽ കണ്ടാണ്. കറക്റ്റ് എമൗണ്ട് ഇതാണ്, 15,430 രൂപ. ഒരു 3-4 പേജുള്ള ഒരു ബില്ലാണ്. ഇതെടുത്ത് കയ്യിലോട്ട് വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. ആദ്യത്തേത് പാർട്സ് മാറിയതിൻ്റെയും രണ്ടാമത്തേത് ആ പാർട്സ് മാറിയതിനുള്ള സർവീസ് ചാർജും അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിന് 7,200 രൂപയായി. മാറേണ്ടതും സർവീസും പാർട്സിൻ്റെയും കൂടെ വില വെച്ചിട്ട് 7,200 രൂപയായി. അപ്പോൾ പകുതിയോളം അതിൻ്റേതാണ്. പിന്നെ ഈ കേബിളും പിന്നെ ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ചും ഉണ്ടായിരുന്നു. ഓയിൽ ചേഞ്ചിനും എല്ലാത്തിനും കൂടെയാണ് ആ ഒരു എമൗണ്ട് വന്നത്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നി. പിന്നെ വണ്ടിയിൽ കയറി ഇരുന്ന് ഓടിച്ചപ്പോൾ വണ്ടി നല്ല സൂപ്പർ റിഫൈൻഡായി. എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ.
നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല. നേരത്തെ നമ്മളിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ ഒരു ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു, ആ കട്ടി അങ്ങ് പോയി. അവർ നല്ലപോലെ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ സീറ്റ് അഴിച്ച് നോക്കിയപ്പോഴൊക്കെ ആണെങ്കിലും അവർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അകത്തെ ഭാഗങ്ങളും എല്ലാം. പിന്നെ ഈ ബില്ലിൻ്റെ അകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി കണ്ടൊക്കെ പിടിച്ചു. അതൊക്കെ മാറേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു 10,000 രൂപയെങ്കിലും ആകുമായിരിക്കും. കാരണം ചെയിൻ സ്പ്രോക്കറ്റും മാറണം, ഓയിലും കൂടെ മാറുമ്പോഴത്തേക്ക് ആ റേഞ്ച് എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും കടന്നുപോയി. വണ്ടി ഇത്രയൊക്കെ മേടിച്ചിട്ട് വണ്ടി ഒന്നും ഇല്ലാണ്ടാക്കി തന്നിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വന്നേനെ. പക്ഷെ വണ്ടി നല്ല അടിപൊളിയായിട്ട് അവർ പണിതത് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, മൊത്തത്തിൽ പറയുവാണെങ്കിൽ. അപ്പോൾ വണ്ടി രണ്ട് വശവും എൻജിനും കാര്യങ്ങളും എല്ലാം ഞാൻ നല്ല നീറ്റായിട്ട് പോളിഷ് ചെയ്ത് നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്ത് നല്ല മഴയാണ്. ഇതൊന്ന് എടുത്തൊന്ന് ഇത്രയും ക്ലീൻ ആക്കിയതുകൊണ്ട് എനിക്കിത് എടുത്തുകൊണ്ട് പോകാനും മടിയാണ്. കാരണം അത്രയും പണിയെടുത്തല്ലേ. ഇനി ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5 ദിവസമായി. വണ്ടി ചെയ്ത ദിവസം ഞാനൊന്ന് റൗണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചതല്ലാതെ പിന്നെ എനിക്ക് ഈ സാധനം വെളിയിലോട്ട് ഇറക്കാൻ പറ്റിയിട്ടില്ല. അതൊരു സങ്കടമുണ്ട് മനസ്സിൽ. കാരണം എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഞാൻ സർവീസ് സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അത്ര ഓടിച്ച് പിന്നെ ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അതല്ലാതെ ഞാൻ ഈ വണ്ടി പിന്നെ എടുത്തിട്ടില്ല. അതുപോലെ മഴയാണ്, രാവിലെ മഴ, വൈകിട്ടും മഴ. അങ്ങനെ ഞാൻ സ്റ്റക്കായി. ഇന്നൊന്ന് പുറത്ത് പോകണം, ഒരു ട്രിപ്പ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനൊക്കെ ആയിട്ട് പറഞ്ഞ് സെറ്റായതായിരുന്നു. പക്ഷേ മഴ കാരണം എങ്ങനെ പോവുക? നല്ല മഴയാണ്. ഇപ്പോഴാണ് ഒന്ന് തോർന്നത്. ഇത്രയും നേരം മഴയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, നല്ലപോലെ പെയ്ത് കിടക്കുക. പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കാറെടുത്ത് വെളിയിലിട്ടിട്ട് ഇവിടെ ബൈക്ക് കയറ്റിയിട്ടിട്ട് വീഡിയോ എടുക്കുക. അല്ല ഇപ്പം എന്നാ ചെയ്യുന്നത്? പാവം കാറോടെ ഇരുന്ന് നനയുക. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ സർവീസിൻ്റെ. ഞാനിത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്നാ ചെയ്യാനാണ്, ഈ മഴയും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി റൈഡൊക്കെ പോകുമ്പം ലോങ് വീഡിയോ അല്ലാത്തത് ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ. താങ്ക് യു.